എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചൂര ഫ്രൈ തയ്യാറാക്കിയാലോ. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചൂര ഫ്രൈ തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് 2 സ്പൂൺ എടുക്കുന്നത്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചാണ് അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. മീനിൽ നമ്മളിപ്പോൾ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് നമ്മൾ വാഴയിലയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മസാല പറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. മുകളിലേക്ക് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കാൻ വെച്ചിരുന്ന മീനിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ ഇങ്ങനെ വിതറി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് കിട്ടുന്നത്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മറിച്ചിടാം. അതിനുവേണ്ടി നമ്മളൊരു വാഴയില ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഓയിൽ കൂടി ഇതിന് മണ്ടയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചൂര ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചൂര ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.